പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവല്ലയുടെ മധ്യഭാഗത്ത്, മധ്യ തിരുവിതാംകൂറിൻ്റെ ഡീറ്റെയിലമായ തിരുവല്ലയുടെ മധ്യഭാഗത്ത് നമുക്കറിയാം തോംസൺ ബേക്കേഴ്സ്, തൊട്ടപ്പുറത്ത് തന്നെ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം. കുറേ നാളുകളായി കാട് പിടിച്ച് കിടന്ന പബ്ലിക് സ്റ്റേഡിയം നമുക്കറിയാം ഇപ്പോൾ എല്ലാം ഒന്ന് വെട്ടിത്തെളിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകമെമ്പാടും ഫുട്ബോളിൻ്റെ ആവേശം അരതല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുട്ബോളിൻ്റെ കലാശക്കൊട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ നമ്മുടെ ജോയി ആലുക്കാസിൻ്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ലോകകപ്പ് ഫൈനൽ ഇവിടെ ടെലികാസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീനിങ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുകയാണ്. നമ്മുടെ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയമാണിത്. ലോകോത്തര നിലവാരത്തിലുള്ളൊരു മനോഹരമായ അതിവിശാലമായ ഒരു പബ്ലിക് സ്റ്റേഡിയമാണിത്. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഇപ്പോൾ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ പുല്ലൊക്കെ റെഡിയാക്കിയാണ്. അപ്പോൾ ജോയി ആലുക്കാസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്ക്രീനിങ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ അവർ സ്ക്രീനെല്ലാം റെഡിയായി, ബാക്കി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫുട്ബോളിൻ്റെ ആവേശം നമ്മുടെ തിരുവല്ലയിൽ വാഴാൻ പോവുകയാണ്. അപ്പോൾ തിരുവല്ലയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പബ്ലിക് സ്റ്റേഡിയം എന്ന് പറയുന്നത്. മഴ പെയ്താൽ അതിൻ്റെ വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. അതുകൂടെ നിങ്ങളെ കാണിച്ചേക്കാം. ഈ സമയം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും. അത് വലിയൊരു പ്രതിസന്ധി ഉളവാക്കുന്നതാണ്. അപ്പോൾ സ്ക്രീനിങ് എല്ലാം റെഡിയാണ്. ഇനിയും കളി തുടങ്ങിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ തിരുവല്ലയിൽ ഫുട്ബോളിൻ്റെ ആവേശം അലതല്ലുകയാണ്. അങ്ങനെ ജോയി ആലുക്കാസിൻ്റെ നേതൃത്വത്തിൽ അവർ നേതൃത്വം വഹിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ക്രീനിങ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് മലയാളത്തിലോ അതോ അല്ല സാധാരണ ഇംഗ്ലീഷിൻ്റെ? ഓക്കെ. അപ്പോൾ തിരുവല്ലയിൽ വലിയ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ വന്ന് കളി കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടേക്ക് വരാം. അപ്പോൾ അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്ന് കളി കാണാവുന്നതാണ്. തിരുവല്ലയ്ക്ക് സമീപപ്രദേശത്തുള്ളവർക്ക് ഈ ഒരു ആവേശത്തിൽ പങ്കെടുക്കണമെന്നുള്ളവർക്ക് നേരെ ഇങ്ങോട്ട് വരാം. ഇവിടുത്തെ ക്രമീകരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നിന്ന് കാണാം, കളിയൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം കൂടി ഒന്ന് കാണാം. മനോഹരമായ വിശാലമായ പബ്ലിക് സ്റ്റേഡിയം. സത്യം പറഞ്ഞാൽ രഞ്ജി ട്രോഫിയൊക്കെ നടന്ന ഒരു സ്ഥലമാണിത്. രഞ്ജി ട്രോഫി നടന്ന, ക്രിക്കറ്റ് കളി നടന്ന ഒരു ഗ്രൗണ്ട് കൂടിയാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിനെ ശരിക്കും നല്ല രീതിയിലൊന്ന് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ആ പവലിനും ഗ്യാലറിയും ഒക്കെ ഒന്ന് റെഡിയാക്കി, അതുപോലെ തന്നെ സ്റ്റേഡിയം ഇനി കുറച്ചുകൂടി പൊക്കാനുണ്ട്. അല്ലെങ്കിൽ വെള്ളം കയറി, മഴ സമയത്ത് വെള്ളം കയറി പ്രശ്നമാകും. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തിരുവല്ലയ്ക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു സ്ഥലം ആണ്, ഒരു ലൊക്കേഷനാണ്. ഒരു കായിക മേഖലയെ വളർത്തിയെടുക്കുവാൻ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയൊരു സ്റ്റേഡിയമാക്കി നമുക്കിതിനെ മാറ്റുവാനായിട്ട് കഴിയും. അങ്ങനെ അപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഫുട്ബോൾ ലഹരിയിൽ അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജൻറ്റീന ഫാൻസും അതുപോലെ തന്നെ കരുത്തരിൽ കരുത്തരായ സ്പെയിൻ. അപ്പോൾ ആ സ്പെയിൻ്റെ ഫുട്ബോൾ തന്ത്രങ്ങളെ മെസ്സിയും കൂട്ടരും എപ്രകാരം മറികടക്കുമെന്നുള്ളത് തന്നെ നമുക്കൊന്ന് കണ്ടറിയാം. അപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ, ജോയി ആലുക്കാസ് ഫൗണ്ടേഷൻ, തിരുവല്ല മുനിസിപ്പാലിറ്റി ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഉദ്ഘാടനം. അഡ്വക്കേറ്റ് വർഗീസ് മാമൻ MLA ആണ്. ഒരു ഫൈനൽ നമുക്ക് പോരാട്ടം ഒരുമിച്ച് കാണുവാൻ തക്കവണ്ണം തിരുവല്ലയിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ഫുട്ബോൾ സ്ക്രീനിങ്, വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനലിൻ്റെ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ ലൈവ് സ്ക്രീനിങ് ഇവിടെ നടത്തുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾക്ക് ഇവിടേക്ക് കടന്നു വരാം.